നമുക്ക് രണ്ട് കൺഫ്യൂസിങ് പ്രോബ്ലംസ് നോക്കാം. രണ്ട് സംഖ്യകളുടെ അംശബന്ധം 4:3, അവയുടെ ചെറു പൊതുഗുണിതം അഥവാ LCM 72 സംഖ്യകളേവ. നമുക്ക് രണ്ട് സംഖ്യകളുടെ റേഷ്യോ തന്നിട്ടുണ്ട് 4:3. ആ സംഖ്യകളുടെ LCM തന്നിട്ട് 72 സംഖ്യകൾ കാണണം. റേഷ്യോവും LCM തന്നിട്ട് സംഖ്യകൾ കാണാൻ പറഞ്ഞാൽ LCMത്തിനെ റേഷ്യോയിലത്തെ ഓരോ അക്കങ്ങൾ കൊണ്ട് ഹരിച്ചാൽ മതി. LCM എത്രയാണ്? 72. റേഷ്യോയിലത്തെ ആദ്യത്തെ അക്കം 4. LCMത്തിനെ അംശബന്ധത്തെ അടുത്ത അക്കം കൊണ്ട് ഹരിക്കുക. അപ്പോൾ 72 72/4 72/3. 72/4 എത്രയാണ്? 18 4 72. 72/3 24 3 72. സംഖ്യകൾ 18ഉം 24ആണ്. ഈ സംഖ്യകളുടെ LCM ആണ് എത്ര? 72. ഇനി നമുക്ക് ഈ കണക്കുകളുടെ വ്യത്യാസം എന്താ? ഇവിടെ രണ്ട് സംഖ്യകളുടെ അംശബന്ധം 8:9, വ്യത്യാസമില്ല. അവയുടെ വൻ പൊതു ഘടകം അതായത് HCF തന്നിട്ടുണ്ട് 13 സംഖ്യകളേവ. അപ്പോൾ രണ്ടിലും റേഷ്യോ തന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ LCM തന്നു, ഇതിൽ HCF തന്നു. അപ്പം എങ്ങനെ സംഖ്യകൾ കാണുക? നമ്മൾ ഇവിടെ തിരിച്ച് ചെയ്താൽ മതി. അതായത് HCF എടുത്തിട്ട് ഇതിലത്തെ ഓരോ റേഷ്യോ എടുത്ത് ഓരോ അക്കങ്ങൾ കൊണ്ട് ഗുണിക്കുക. HCF എത്രയാണ്? 13 ഇൻറ്റു ആദ്യത്തക്കം 8. വീണ്ടും HCF 13 ഇൻറ്റു റേഷ്യോ എടുത്ത് അടുത്തക്കം 9. 13 ഇൻറ്റു 8 104. 13 ഇൻറ്റു 9 117. ഈ രണ്ട് സംഖ്യകളാണ് 104 117. ഇവയുടെ HCF ആണ് എത്ര? 13.